നമസ്കാരം എല്ലാവർക്കും കേരള PSC ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 12 ഷെഡ്യൂൾസും പഠിച്ചെടുക്കുന്ന ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ് പൂർണ്ണമായിട്ടും കണ്ട് ഈ ഷെഡ്യൂൾസ് എല്ലാം പഠിച്ചെടുക്കുവാൻ ശ്രമിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപ് എസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളൊരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 4 സ്റ്റേജായിട്ട് ഈ 12 ഷെഡ്യൂളും പഠിക്കും. ഈ 12 ഷെഡ്യൂൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള 4 സ്റ്റേജുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 4 സ്റ്റേജും പറയുന്ന രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് കഴിയുന്നതോടുകൂടി തന്നെ 12 ഷെഡ്യൂൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ എഴുതുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ സ്റ്റേജ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്, അതായത് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുകയാണ്. എന്ത് 12 ഷെഡ്യൂൾ എന്താണെന്നുള്ള കാര്യം ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഭരണഘടനയുടെ 12 ഷെഡ്യൂൾ. അപ്പോൾ ഇത് ഓരോ ഷെഡ്യൂളും നമ്മൾ ഷെഡ്യൂൾ നമ്പർ പറയും, അതെന്താണ് പറയുന്നതെന്നുള്ളത് പറയും. അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓരോന്ന് കേട്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് അത് കൊണ്ടുവരിക. 4 സ്റ്റേജുകളിലൂടെ നമ്മളത് ചെക്ക് ചെയ്ത് 4 സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് കാണാതെ എഴുതാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒന്നാമത്തെ ഷെഡ്യൂളാണ് നമ്മൾ ആദ്യം എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇന്ത്യയും ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങളും ചേർന്നതാണ് ഷെഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷെഡ്യൂൾ 1 ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണേഴ്സ്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, CAG. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ സാലറി ആൻഡ് അലവൻസത്തെ കുറിച്ച് പറയുന്ന കാര്യമാണ് ഷെഡ്യൂൾ 2. ആരുടെയൊക്കെയാണ്? പ്രസിഡൻ്റ് ഉണ്ട്, വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, സംസ്ഥാന ഗവർണർമാരുണ്ട്, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമാരുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ 2 ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഈ ഘട്ടത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മൂന്നാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓത്ത് ആൻഡ് അഫർമേഷൻസ്. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 3. ഓത്ത് ആൻഡ് അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 3. ഓക്കെ, അടുത്ത 4ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് രാജ്യസഭാ സീറ്റ്സ് അലോട്ടഡ് ടു വേരിയസ് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്രമാത്രം രാജ്യസഭാ സീറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നതാണ് ഷെഡ്യൂൾ 4. ക്ലിയർ ആയല്ലോ? അടുത്തത് 5ാമത്തെ ഷെഡ്യൂൾ. 5ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂളാണ് 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ എഴുതുകയൊന്നും വേണ്ട, പറയുന്നത് വ്യക്തമായിട്ടൊന്ന് കേൾക്കുക. 6ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദി സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറം. അപ്പോൾ 5ാമത്തെ ഷെഡ്യൂൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ഈ പ്രത്യേക സംസ്ഥാനങ്ങളുടെ കാര്യം മാത്രം. ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ഏരിയാസിൻ്റെയും ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെയും അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുന്നതാണ് 6. അപ്പോൾ 5, 6 നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് 7ാമത്തെ ഷെഡ്യൂൾ. 7ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് ദി സ്റ്റേറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള അധികാരങ്ങളുടെ ഡിവിഷനെക്കുറിച്ച് പറയുന്ന പാർട്ടാണ് ഷെഡ്യൂളാണ് 7.
അതായത് ഇതിലാണ് വേരിയസ് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 7. ഓക്കെ, 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ലാംഗ്വേജസ് ആണ്. ഇന്ത്യയിലെ ഭാഷകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളാണ് 8. ഓക്കെ, 9ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് റീഫോംസ്, അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റംസ്, ഭൂപരിഷ്കരണവും സമീന്ദാരി സിസ്റ്റത്തിൻ്റെ അബോളിഷനും ഒക്കെ ഉൾപ്പെടുന്ന ഷെഡ്യൂളാണ് 9ാമത്തെ ഷെഡ്യൂൾ. ഷെഡ്യൂളിന് മലയാളത്തിൽ നമ്മൾ പട്ടിക എന്ന് പറയും. 9ാമത്തെ പട്ടിക അല്ലെങ്കിൽ 9ാമത്തെ ഷെഡ്യൂൾ ലാൻഡ് റീഫോംസും അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ, അതായത് കൂറുമാറ്റ നിരോധന നിയമമാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോസ്. അത് 10ാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 11ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് ആക്റ്റാണ്. പഞ്ചായത്തി രാജ് ആക്റ്റാണ് 11ാമതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12ാമത്തെന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ആക്റ്റാണ്. നഗരപാലിക ആക്ട് എന്നും പറയും. മുനിസിപ്പൽ ആക്റ്റാണ് 12. 11ാമത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രാജാണ്. 12ാമത്തെ ഷെഡ്യൂൾ മുനിസിപ്പൽ ആക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും എന്താണെന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ഇനി ഇത് ജസ്റ്റ് കുറച്ച് സമയം തരാം, നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. നിങ്ങളുടെ ഓർമ്മയിൽ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക. ഇത് 1 ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, 2 സാലറീസ് ആൻഡ് അലവൻസസ്, 3 ഓത്ത്സ് ആൻഡ് അഫർമേഷൻസ്, 4 നമ്പർ ഓഫ് രാജ്യസഭാ സീറ്റ്സ്, 5 അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ്, 6 അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. 7 എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ്. 8 ലാംഗ്വേജസ്, 9 ലാൻഡ് റീഫോംസ്, അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റം, 10 ആൻറ്റി ഡിഫെക്ഷൻ ലോസ്, 11 പഞ്ചായത്ത് രാജ് ആക്ട്, 12 മുനിസിപ്പൽ ആക്ട് അഥവാ നഗരപാലിക ആക്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഏകദേശം ധാരണയുണ്ടല്ലോ ഓരോന്ന് എവിടെയൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഈ സ്റ്റേജിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മാച്ച് ദ കറക്റ്റ് പെയർ, അതായത് ആദ്യത്തെ 6 ഷെഡ്യൂളിൻ്റെ നമ്പരും ആദ്യത്തെ 6 ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 1ാമത്തെ ഷെഡ്യൂൾ അല്ല ഈ കൊടുത്തിരിക്കുന്നത്, 2ാമത്തെ ഷെഡ്യൂൾ അല്ല ഈ കൊടുത്തിരിക്കുന്നത്, എല്ലാം പെയർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് 1ാമത്തെ ഷെഡ്യൂൾ എന്തായിരുന്നു കഴിഞ്ഞ സ്ലൈഡിൽ പഠിച്ചതെന്ന് ഓർക്കുക. അത് ഇതിൽ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് ഒന്ന് ഓർക്കുക, 1 സെക്കൻഡ് ഓർക്കുക. അതുപോലെ 2ാമത്തേത്, 3ാമത്തേത്, 4ാമത്തേത്, 5ാമത്തേത്, 6ാമത്തേത് ഓർത്ത് നോക്കുക. 1 ഏതാണെന്ന് നിങ്ങളൊന്ന് വിരളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക, എവിടെയാണ് വരുന്നതെന്നുള്ളത്. 2 എവിടെയാണ് വരുന്നതെന്നുള്ളത്. 3, 4, 5, 6. അപ്പോൾ വീഡിയോ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, നിങ്ങൾ നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പെയർ ചെയ്യാം. 1ാമത്തെ ഷെഡ്യൂൾ ഏതായിരുന്നു? ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആയിരുന്നു 1ാമത്തേത്. ഓക്കെ, നിങ്ങളത് ശരിയായി കാണുമെന്ന് വിചാരിക്കുന്നു. 2ാമത്തെ ഏതായിരുന്നു? സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവർണർ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ആൻഡ് CH. ഇതായിരുന്നു 2ാമത്തേത്. 3ാമത്തെ ഏതായിരുന്നു? അവരുടെ സത്യപ്രതിജ്ഞകൾ, ഓത്ത് ആൻഡ് അഫർമേഷൻസ് ആയിരുന്നു 3ാമത്തേത്. 4ാമത്തേത് ഏതായിരുന്നു? നമ്പർ ഓഫ് രാജ്യസഭാ സീറ്റ്സ് അലോട്ടഡ് ടു വേരിയസ് സ്റ്റേറ്റ്സ്, അതായിരുന്നു 4ാമത്തേത്. 5 6 നമ്മൾ പറഞ്ഞു പഠിക്കാൻ എളുപ്പമാണെന്ന്. 5 എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ്. 6 എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ? ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ പേര് കൂടി ഒന്ന് കാണാതെ പഠിക്കുക. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ ആദ്യ 6 ഷെഡ്യൂളുകൾ ഓർഡർ തെറ്റിച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇത് ഒന്ന് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നുകൂടുകയും നിങ്ങൾക്കത് ഒരുപാട് നാൾ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ആ രീതിയിലാണ് ഈ റിവിഷൻ ക്ലാസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സ്റ്റേജ് 2ൻ്റെ 2ാം ഘട്ടം നോക്കാം. ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 7 മുതൽ 12 വരെയുള്ള ഷെഡ്യൂളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെയും പെയർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർത്ത് പറയുക, 7ാമത്തെ ഷെഡ്യൂൾ എന്താണ്, 8ാമത്തെ ഷെഡ്യൂൾ എന്താണ്, 9ാമത്തെ ഷെഡ്യൂൾ എന്താണ്,
10ാമത്തെ ഷെഡ്യൂൾ എന്താണ്, 11ാമത്തെ ഷെഡ്യൂൾ എന്താണ്, 12ാമത്തെ ഷെഡ്യൂൾ എന്താണ്. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ നോക്കി പെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് സമയം നൽകാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്. നമുക്ക് നോക്കാം. 7ാമത്തെ ഏതായിരുന്നു? ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. വേരിയസ് ലിസ്റ്റുകൾ, കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് ഇവയൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റുകളാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് ഷെഡ്യൂൾഡ് 7 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കാണാതെ പഠിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീഡിയോ കണ്ട് കഴിയുന്നതോടുകൂടി ഈ 4 സ്റ്റേജ് അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളിത് കാണാതെ എഴുതണം. 12 എണ്ണം നമ്പർ ഇട്ട് കാണാതെ എഴുതണം. അപ്പോൾ അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് നിങ്ങളുടെ ഓർമ്മ പരിശോധിക്കുന്ന രീതിയിലാണ് റിവിഷൻ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 7 ഏതാണ്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങൾ ശരിയായി കാണുമെന്ന് വിചാരിക്കുന്നു. 8 ഏതായിരുന്നു? 8 ലാംഗ്വേജസ്, ഇന്ത്യയിലെ ഭാഷകളെക്കുറിച്ച് പറയുന്ന പട്ടികയാണ് ഷെഡ്യൂൾ 8 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. 9 ഏതായിരുന്നു? ലാൻഡ് റീഫോംസ്, അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റം. ലാൻഡ് റീഫോംസും അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റവുമായിരുന്നു 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ ഇതും ശരിയാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ഏതായിരുന്നു? ആൻറ്റി ഡിഫെക്ഷൻ ലോസ്, അതായത് കൂറുമാറ്റ നിരോധന നിയമമായിരുന്നു 10ാമത്തെ ഷെഡ്യൂൾ. 11ഉം 12 എളുപ്പമാണെന്ന് പറഞ്ഞു, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. 11 പഞ്ചായത്തി രാജും 12 മുനിസിപ്പൽ ആക്ട്, നഗരപാലിക ആക്റ്റുമാണ് 12. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഘട്ടത്തിൽ എല്ലാ ചോദ്യങ്ങളും ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു. പെയർ ചെയ്ത് കറക്റ്റായിട്ട് പെയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മളിനി ഫൈനൽ സ്റ്റേജിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജ് 3ലേക്ക് കടക്കുകയാണ്. സ്റ്റേജ് 3 കൂടെ ഉള്ളൂ. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങളത് ആൻസർ ചെക്ക് ചെയ്ത് നോക്കുന്ന സ്റ്റേജാണ്. ഇനി നിങ്ങൾ ആൻസർ ഒന്നും കാണുകയില്ല സ്ക്രീനിൽ. നിങ്ങൾ ഇതുപോലെ നമ്പർ ഇടുക. ഒരു ബുക്ക് എടുത്തിട്ട് 1, 2, 3, 4 അങ്ങനെ 12 വരെ നമ്പർ ഇട്ടിട്ട് 1ാമത്തെ ഷെഡ്യൂൾ നമ്മൾ ഏതായിരുന്നു പഠിച്ചത് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പേര്, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. 2ാമത്തെ ഷെഡ്യൂളിലുള്ള ഏതായിരുന്നു 2ാമത്തെ ഷെഡ്യൂൾ എന്നുള്ള എഴുതി വെക്കുക. 3 അങ്ങനെ 12 എണ്ണം ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ വീഡിയോ അത്രയും നേരം ലെങ്ത് കാണില്ല. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം 12 വരെ നമ്പർ ഇട്ട് നിങ്ങളുടെ മനസ്സിൽ അതുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. 1 എന്ന ഷെഡ്യൂൾ 1 എന്ന് എഴുതിയിട്ട് അത് നിങ്ങൾ ഓർമ്മയുള്ള എന്താണോ അത് എഴുതുക. 2 അതുപോലെ എഴുതുക. 3 അതുപോലെ എഴുതുക. അങ്ങനെ 12 വരെ എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് വീഡിയോ പോസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ചെക്ക് ചെയ്ത് നോക്കുന്ന സ്റ്റേജാണ്. 1 എന്തായിരുന്നു? ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. 2 സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഗവർണർ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ, ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, CAG എന്നിവയുടെ സാലറീസ് ആണ്. 3 എന്ന് പറഞ്ഞാൽ ഓത്ത് ആൻഡ് അഫർമേഷൻ, സത്യപ്രതിജ്ഞയായിരുന്നു. 4 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് രാജ്യസഭാ സീറ്റ്സ് അലോട്ടഡ് ടു വേരിയസ് സ്റ്റേറ്റ്സ് ആയിരുന്നു. 5 എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആയിരുന്നു. 6 എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദി സ്റ്റേറ്റ്സ് ഓഫ് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം ആയിരുന്നു. 7 എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ആയിരുന്നു. 8 ലാംഗ്വേജസ് ആയിരുന്നു. 9 ലാൻഡ് റീഫോംസ്, അബോളിഷൻ ഓഫ് സമീന്ദാരി സിസ്റ്റം ആയിരുന്നു. 10 ആൻറ്റി ഡിഫെക്ഷൻ ലോസ് ആയിരുന്നു. 11 പഞ്ചായത്ത് രാജ് ആക്ട് ആയിരുന്നു. 12 മുനിസിപ്പൽ ആക്ട് അഥവാ നഗരപാലിക ആക്ട് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് 1-2 എണ്ണം മറന്നു പോയാലും സാരമില്ല. നിങ്ങൾ ഒന്നുകൂടി വീഡിയോ ആദ്യം മുതൽ കണ്ട് എല്ലാ സ്റ്റേജും അതിൻ്റെ കൃത്യമായ സമയം ഉൾപ്പെടുത്തി ചെയ്ത് നോക്കുക. ആ സമയബന്ധിതമായിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോ സ്റ്റേജും അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം വിട്ടുപോയത് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് തന്നെ ഒരു പേപ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഈ വീഡിയോ നിർത്താവുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ ആദ്യം മുതൽ കണ്ട് പഠിച്ചെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 12 ഷെഡ്യൂളാണ്. ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ പുതിയ റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം.
നിങ്ങൾക്കെല്ലാം ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യവും കമൻറ്റ് ചെയ്യാം. ഇതിലെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.